ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പറയാൻ പോകുന്ന എന്ത് കാര്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റായിട്ട് നമ്മുടെ ഈ മോസ്റ്റ് എന്നുള്ള വാക്കുണ്ടല്ലോ എൻ്റെ വായിൽ നിന്ന് പോവില്ല. പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന സമയത്താണ് മോസ്റ്റ് എന്നുള്ള ഈ ഒരു വാക്ക് എൻ്റെ വായിൽ എപ്പോഴും വരും കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലാതെ സംസാരിക്കുമ്പോൾ ഒന്നും വരില്ല. വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വായിൽ ആദ്യം വരുന്ന വാക്ക് മോസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു മോസ്റ്റ് എന്ന്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം മോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സ്കൂൾ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. രാവിലെ നമ്മൾ പോകുന്നതും തിരിച്ച് വൈകുന്നേരം വരുന്നതും, പിന്നെ പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരുങ്ങി പോകുമ്പം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മുടിക്കായിരുന്നു കേട്ടോ. അത് മുടി ഉണ്ടായിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് പറയാം കേട്ടോ. ഗായ്സ്, ഇപ്പം LKG UKG സമയത്തൊക്കെ മുടി ഒട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യം മഷ്റൂം കട്ടായിരുന്നു കേട്ടോ. പിന്നെ LKG പഠിക്കുന്ന ഒരു സമയത്ത് അധികം മുട്ടത്തലയായിരുന്നു. എന്നിട്ട് LKG എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. മുട്ടത്തലച്ചീന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ച് ഞാൻ കരയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോയി പണി നോക്കടാന്ന് പറഞ്ഞേനെ. പക്ഷെ അന്ന് ഞാൻ കരയുമായിരുന്നു. എന്നിട്ട് ഞാൻ മമ്മയോട് എല്ലാ ദിവസവും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നും വന്ന് പറയാറുണ്ട്. മമ്മയാണ് എന്നെ കൊണ്ടുവിടുന്നത് കോളേജ് വരെ, തിരിച്ച് കൂട്ടിക്കൊണ്ട് വരും LKG സമയത്ത്. പിന്നെ UKG മുതൽ പതുക്കെ ഞാൻ ഒറ്റയ്ക്ക് പോവാനായി. അങ്ങനെ ഹെയർ ഉണ്ടായിരുന്നില്ല, മുട്ടത്തലയായിരുന്നു. എന്നിട്ട് ക്ലാസ്സിൽ എൻ്റെ അതേ പേരുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ബോയ് ആയിരുന്നു കേട്ടോ. അവനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കി വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ കരയും. ഇത് എന്നെ പതിവ്. എന്നിട്ട് മമ്മ എനിക്ക് ഹാറ്റൊക്കെ വെച്ചിരുന്നു തലയിൽ, ആരും കളിയാക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ആനുവൽ ഡേയുടെ സമയത്ത് ഇതുപോലെ അപ്പോഴും എനിക്ക് മുടിയില്ല കേട്ടോ. എന്നിട്ട് തലയിൽ തൊപ്പി വെച്ചിട്ടായിരുന്നു ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ട്രോഫിയൊക്കെ വാങ്ങുന്ന കാര്യം. അന്ന് ആ ഫോട്ടോയിലൊക്കെ എൻ്റെ തലയിൽ മുടി ഉണ്ടായിരുന്നില്ല. അതുപോലെ കുറേ ഡാൻസും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു ആനുവൽ ഡേ അല്ല, സ്കൂള് ക്ലോസ് ചെയ്യും. അതോടെ ആ ഒരു ഡേയോടെ നമ്മുടെ സ്കൂള് ക്ലോസ് ചെയ്യുമായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈമായിരുന്നു എൻ്റെ നഴ്സറി, അതായത് LKG UKG എന്ന് പറയുമ്പം. അത്രയും എൻജോയ് ചെയ്ത ഒരു ടൈം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മോസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും LKG യും UKG യും. എന്നിട്ട് തലയിൽ വെപ്പുമുടിയൊക്കെ വെച്ചിട്ടായിരുന്നു ഡാൻസൊക്കെ ചെയ്യേണ്ടത്, തലയിലേക്ക് തട്ടമൊക്കെ ഇട്ടിട്ട്. പക്ഷെ എൻ്റെ തലയിൽ അതിനുള്ള സമയം കിട്ടിയില്ല. എന്നിട്ട് മുട്ടത്തലയും വെച്ചിട്ടാണ് ഞാൻ ഡാൻസൊക്കെ ചെയ്തേട്ടോ. അയ്യോ മതി, നല്ല കോമഡി ആയിരുന്നു. പിന്നെ മമ്മ എപ്പോഴും തന്നെ എൻ്റെ മുടി നീണ്ടു കഴിഞ്ഞാൽ അപ്പം വെട്ടും. ചെവിൻ്റെ താഴേക്ക് മുടി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വെട്ടുമ്പോൾ മഷ്റൂം കട്ടായിരുന്നു കേട്ടോ അടിക്കുന്നത്. അങ്ങനെ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെയൊക്കെ ഈ മഷ്റൂം കട്ട് തന്നെയായിരുന്നു എൻ്റെ ഹെയറിൽ. പിന്നെ ഹെയർ ബോ ഉണ്ടാവും, പിന്നെ 2 സ്ലൈഡ് വേണമെങ്കിലും ഉണ്ടാവും. സ്കൂളിൽ ഹെയർ ബോ സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ മുടിയുള്ളവർ 2 സൈഡിലേക്കും പിന്നി കെട്ടണം. ഒരു ഇത്രയും മുടിയൊക്കെ വരുന്നവർ പുഴുവൊക്കെ ഇട്ടിട്ട് റിബണൊക്കെ ചെയ്തിട്ട് കൊമ്പ് കെട്ടാന്ന് അറിയില്ലേ, അങ്ങനെ കെട്ടണം. അങ്ങനെ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം അത്യാവശ്യം എനിക്ക് ചെവിൻ്റെ താഴെ വരെ മുടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5th സ്റ്റാൻഡേർഡ് ആയപ്പം അപ്പുറത്തും ഇപ്പുറത്തും മുടി കെട്ടാനായി, ആ ഒരു ടൈമായി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്, അത് പിന്നെ ഒരു വീഡിയോയിൽ നിങ്ങളോട് തീർച്ചയായിട്ടും ഞാൻ പറയും. അപ്പോൾ ഇന്ന് നമ്മൾ മുടീൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ 5ാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് എന്തായാലും സ്കൂളിൽ പോവുള്ളൂ. തിരിച്ച് വന്നിട്ടും അതുപോലെ തന്നെ കുളിച്ചിട്ടാണ് വീട്ടിലേക്കും കയറുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്താ പറയുക, നമ്മൾ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും വരിക. തിരിച്ചു വരുമ്പോൾ പ്രത്യേകിച്ചും പോകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പോകും, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടെ ടയേർഡായിരിക്കും. അപ്പോൾ കുളിച്ചൊക്കെ ആയാലും ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ മുടി കെട്ടിത്തരുന്നത് അമ്മച്ചിയാണ് കേട്ടോ. എനിക്ക് കുഞ്ഞാറ്റിക്കും മുടി രാവിലെ കെട്ടിത്തരുന്നത് അമ്മച്ചിയാണ്. 2 സൈഡ് മുടി. ഇപ്പം ഞാൻ അമ്മച്ചീൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, അമ്മച്ചീൻ്റെ പുറകിലിരിക്കും.
എന്നിട്ട് മുടി 2 സൈഡിലേക്കും വകഞ്ഞിട്ട് വെള്ളപ്പുഴുവും വെള്ള റിബണും ഉണ്ടാവും, അതുകൊണ്ടാണ് കെട്ടിത്തരുന്നത്. പിന്നെ ഹെയർ ബോയും വെക്കും. ഇങ്ങനെയായിരുന്നു എന്താ പറയുക മുടി കെട്ടുന്നത്. പിന്നെ എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ. ആ സ്കൂൾ കഴിഞ്ഞിട്ടാണ് വേറെ ഏത് സ്കൂളും ഉള്ളൂ. അത്രയും മോസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഡിസിപ്ലിൻ. ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അത്രയും നല്ല ഡിസിപ്ലിൻ ആയിരുന്നു അവിടുത്തെ. അപ്പം നമ്മൾ തലയിൽ 2 സ്ലൈഡ് കൂടുതൽ പാടില്ല. പിന്നെ റിബണും പുഴുവും മസ്റ്റ് ആയിരിക്കണം. ഹെയർ ബോ വെച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ഒരുപാട് റൂൾസ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴേക്കും മുടി അപ്പുറത്തും ഇപ്പുറത്ത് പിന്നെ കെട്ടാനായി. പിന്നെ അമ്മച്ചിയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു 7:10 അതന്നെ 7:10 7:10 ആകുമ്പോഴേക്കും ഞാനും കുഞ്ഞാറ്റിയും യൂണിഫോം എല്ലാം ഇട്ടിട്ട് റെഡിയായി വരും. ഇത് ഞങ്ങളുടെ 2 പേരുടെയും മുടിയെല്ലാം കെട്ടും. മുടി കെട്ടാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. രാവിലെ തല കുളിച്ചിട്ട് തല തോർത്തിയിട്ട് തല ഉണങ്ങണം. അങ്ങനെ മുടി ചില ദിവസങ്ങളൊന്നും കറക്റ്റായി ഉണങ്ങില്ല. എന്നിട്ട് ഉണങ്ങാത്ത മുടി എന്നാലും കെട്ടി വെക്കും കേട്ടോ. കാരണം നമുക്ക് അഴിച്ചിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഒരു കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ ഒരു 9th സ്റ്റാൻഡേർഡ് വരെ എനിക്കിഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു. പിന്നെ 9th സ്റ്റാൻഡേർഡ് വരെ മുടി ഞാൻ കെട്ടുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, 8th സ്റ്റാൻഡേർഡ്. അപ്പം 8th സ്റ്റാൻഡേർഡിലാണ് അത് സംഭവിച്ചത്. എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ? 7ാം ക്ലാസ് എത്തിയപ്പോഴേക്കും മുടി മടക്കി കെട്ടാനായി. പിന്നെ മുടി ഇങ്ങനെ മടക്കി കെട്ടും. നിങ്ങൾക്കറിയില്ലേ, മുടി നമ്മളിങ്ങനെ എടുത്തിട്ട് പിന്നീട് എന്ത് ചെയ്യും, മുടി ഇങ്ങനെ മടക്കി ഇങ്ങനെ കെട്ടും, പിന്നീട് മടക്കി കെട്ടും. അങ്ങനെ 2 സൈഡും ഇങ്ങനെ മടങ്ങിയിരിക്കും നമ്മുടെ മുടി. അങ്ങനെയായിരുന്നു 7ാം ക്ലാസ്സിൽ മുടി ചെയ്തുകൊണ്ടിരുന്നത്. 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇത്രയും മുടിയുള്ളൂ. പിന്നെ സമ്മർ വെക്കേഷനൊക്കെ ആയപ്പോഴേക്കും മുടിയുടെ കട്ടി മുഴുവനും പോയി. മുടി മെലിഞ്ഞിട്ട് മുടിക്ക് നീളം വെച്ചു. അങ്ങനെ ഇത്രയും മുടിയായി ഒരു 8ൽ ഒക്കെ എത്തിയ സമയത്ത്. അപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് മുടി ഇത്രയും ഉണ്ടാവും. നമ്മുടെ മടിയിൽ ഇങ്ങനെ കിടക്കും. മുടിയെടുത്ത് ഇങ്ങനെ കറക്കുക, മുടി ഇങ്ങനെ ചുറ്റുക, അങ്ങനെയുള്ള ഓരോരോ പരിപാടീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ 8ാം ക്ലാസ് ഒരു പകുതി ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് സംഭവിച്ചു എന്ന്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്രയുള്ള മുടി എന്ത് ചെയ്തു, ഞാൻ പോയി വെട്ടി. ഞാൻ വെട്ടിക്കളഞ്ഞു ഗൈസ്. വെട്ടിയിട്ട് എനിക്ക് ഇത്രയും മുടിയായി. പിന്നെ അപ്പുറം ഇപ്പുറയും ഇപ്പം എൻ്റെ ഈ മുടി കിടക്കുന്നില്ലേ, ഇതിലും ഇത്രയും കൂടെ ഈ ഒരു ലെങ്ത്തിൽ വരെയായിരുന്നു എനിക്ക് പിന്നെ 8ാം ക്ലാസ്സിൽ മുടി ഉണ്ടായിരുന്നത്. ആ മുടി തന്നെ പിന്നെ 9ാം ക്ലാസ്സിലും ഇത്രയും. അത് കുറച്ചും കൂടെ ലെങ്ത്ത് കുറച്ച് ഇത്രയായി. പിന്നെ മുടി വെട്ടുക കുറയ്ക്കുക ഇത് തന്നെ പരിപാടി. പക്ഷേ 8ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ മുടി പിന്നെ വെട്ടിയിട്ടില്ല. 5ാം ക്ലാസ്സിൽ ഞാൻ മുടി നീട്ടാൻ തുടങ്ങിയിട്ട് 8 എത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ മുടി അത്രയും നാൾ ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ടേ ഇല്ല. അത് കാരണം തന്നെ മുടി ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ത് കാരണം കൊണ്ടായിരിക്കും ഞാൻ അത്രയും എനിക്കിഷ്ടമായിരുന്നു ഹെയർ. ഇവിടെ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും മുടിയുണ്ട്. അമ്മച്ചിക്ക് മുടിയുണ്ട്, മമ്മയ്ക്കും മെമ്മാർക്കൊക്കെ മുടിയുണ്ട്. അമ്മച്ചിക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. മുട്ട് വരെ മുടി ഉണ്ടായിരുന്നു ഗൈസ്. അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ ഒളിക്കാം. അങ്ങനെ പപ്പ ഒളിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചീൻ്റെ മുടീൻ്റെ പുറകിൽ. അത്രയും മോസ്റ്റ് ഹെയർ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും തന്നെ ഹെയർ ഉണ്ട്. അങ്ങനെ ആ ഹെയർ ഞാൻ വെട്ടാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഞാൻ മാത്രമല്ല കുഞ്ഞാറ്റി മുടി വെട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുടി നനഞ്ഞ മുടിയാണ് കെട്ടിവെക്കുന്നത്. അങ്ങനെ ജലദോഷം പനി നമുക്ക് വിട്ടുമാറാത്തൊരു അസുഖം പോലെയായി. മുടിനോടുള്ള ഇഷ്ടം കാരണം വെട്ടേ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് അത് കാരണമാണ് മെയിനായിട്ട് മുടി വെട്ടിക്കളഞ്ഞത്. നനവ് ഇങ്ങനെ ഇരുന്നിട്ടും. പിന്നെയെന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ മുടിയുള്ളവർക്ക് ഇഷ്ടം പോലെ പെയിൻ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുഞ്ഞു മുടിയിലാണെങ്കിലും നീളമുള്ള മുടിയിലാണെങ്കിലും പെയിൻ ഇരിക്കാൻ പറ്റിയൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പെയിൻ ഇരിക്കും. പിന്നെ തലയിൽ അധികം നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പെയിൻ ഇരിക്കില്ല. അത് കാരണം ഞങ്ങളുടെ ഒന്നും മുടിയിൽ പെയിൻ എന്ന് പറഞ്ഞ സാധനം ഇരിക്കില്ല. പക്ഷെ സ്കൂൾ ടൈമിൽ പെയിൻ ഉണ്ടായിരുന്നു. 101 പെയിനും 120 പെയിനൊക്കെ കുഞ്ഞാറ്റീൻ്റെയും ഒക്കെ തലേന്ന്, എൻ്റെയൊക്കെ തലേന്ന് മൂട്ടേനെയും ചെറുപേനും ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ മുടി അങ്ങനെ നീട്ടി ഇത്ര ഒരു മുടിയായി കഴിഞ്ഞപ്പം ഈരോ പെയിൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെയായി. പിന്നെ മുടി കഴുകുമ്പം ഷാമ്പു ഒന്നും യൂസ് ചെയ്യില്ല. നമ്മുടെ ഈ ചെമ്പരത്തി താളി വെച്ചിട്ട് മാത്രമാണ് നമ്മൾ മുടി ഇങ്ങനെ കഴുകി കളയുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അമ്മച്ചിയും അമ്മയൊക്കെ പറയുന്ന ടൈപ്പ് എണ്ണ അതൊക്കെയായിരുന്നു മുടിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മെയിനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും റിസ്ക് ഉള്ള കാര്യം മുടി കെട്ടുന്നത്
അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് സമയം പോവുമായിരുന്നു. മുടിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയം കിട്ടില്ല. മുടി പിന്നെ കാര്യം അമ്മച്ചിയാണ് പിന്നെ തരുന്നത്, ഒരു ടൈം എടുക്കും. അതുപോലെ അത് നനഞ്ഞിങ്ങനെ ഇരിക്കും. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം പിന്നെ അഴിക്കുമ്പോഴും ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് കാരണമാണ് ഞാൻ മുടി പോയിട്ട് കട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ മുഴുവനും കട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം എനിക്ക് ഞാൻ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. അത്രയും മുടി ഞാൻ വെട്ടിക്കളഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 9th പഠിക്കുമ്പം വീണ്ടും മുടി വെട്ടിയിട്ട് ഇത്രയാക്കി. അപ്പോൾ എന്നാലും എൻ്റെ മുടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും. അങ്ങനെയെല്ലാം ചെയ്ത് എൻ്റെ 10th എത്തിയ സമയത്താണ് ഞാൻ മുടി ഭയങ്കരമായിട്ട് ഷോർട്ട് ചെയ്യുന്നത്. ഒട്ടും ലെങ്ത് ഇല്ലാതെ ഞാൻ എൻ്റെ മുടി എന്ത് ചെയ്തു, ഈ ഒരു ചെവീൻ്റെ താഴെയില്ലേ അവിടെ വെച്ച് ആ കട്ടിന് എന്ത് പേര് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കട്ട്, ഹെയർ കട്ട് ചെയ്തു. സ്റ്റെപ്പ് കട്ട് പോലത്തെ കട്ടാണ് ചെയ്തത്, നല്ല ലെങ്ത് കുറച്ചിട്ട്. പിന്നെ ആ മുടി നീണ്ടിട്ട് ഇത്രയായിട്ടൊരു ബോബ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. ഹെയർ ബോയും സ്ലൈഡൊക്കെ, മഴ പെയ്യുന്നുണ്ട് ഗൈസ്, എല്ലാം വെച്ചിട്ട് അങ്ങനെയായിരുന്നു മുടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ മുടി നീട്ടണം എന്നൊരാഗ്രഹം വന്നിട്ടില്ല. നീളുമ്പോഴേക്കും പോയിട്ട് മുടി വെട്ടിക്കളയും. അങ്ങനെയായിരുന്നു കേട്ടോ പതിവ്. മുടി നീട്ടാൻ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, പിന്നെ ഈ ഒരു സമയത്താണ് ഇത്രയും മുടി നീണ്ടത്. ഇത് അത്ഭുതം എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് ഇത്രയും മുടി ഇരിക്കുന്നത് മഹാത്ഭുതമാണ് ഗൈസ്. കാരണം എൻ്റെ ഈ ചെവീൻ്റെ താഴേക്ക് കുറച്ച് മുടി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം പറയും, അമ്മേ എനിക്ക് വേണ്ട, വേഗം പോയി നമുക്ക് കട്ട് ചെയ്യാന്ന് പറയും, ഹെയർ കട്ട് ചെയ്യാന്ന് പറയും. ഇഷ്ടമല്ല മുടി നീളുന്നത്. അത് കാരണം നീളുമ്പോഴേക്ക് ഓടിപ്പോയി കട്ട് ചെയ്യും. പിന്നെ മുടീനെ ഇഷ്ടമാണ്, പക്ഷെ മുടി നീട്ടാൻ ഇഷ്ടമല്ല, അത് വേറൊരു കാര്യം. പിന്നെ ഇത്രയും നീണ്ടിരിക്കുന്നത് എന്താ വലിയ അത്ഭുതം, നീട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ മുടി വെട്ടിയത്. നല്ല വിഷമം വന്നു കേട്ടോ. മുടി വെട്ടിക്കളഞ്ഞിട്ട് അത് നിലത്തിങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ നല്ല വിഷമമായി. മുടി വെട്ടിയത് അറിഞ്ഞിട്ട് മേമിമാരും അങ്കിൾമാരൊക്കെ വിളിച്ചിട്ട് നല്ല വഴക്ക് പറഞ്ഞു. അത്രയും നല്ല മുടിയല്ലേ, അതെന്തിനാ വെട്ടിക്കളഞ്ഞെന്നൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ വഴക്ക് കേട്ടു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് വരെ വഴക്കല്ല, അയ്യോ എന്നാലും വെട്ടിയോ എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. എല്ലാം മമ്മനോട് പറഞ്ഞാണ് മമ്മ ഞാനും കൂടെ പോയിട്ടാണ് ഹെയർ എല്ലാം കട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ മുടി അങ്ങനെ നീട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ മുടി ഇപ്പം നീട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്താൽ കാണാൻ എനിക്ക് ഹെയർ ഇല്ല. എനിക്ക് മാത്രമല്ല കുഞ്ഞാറ്റിക്കും ഇപ്പം അങ്ങനെ ഒന്നും ഹെയർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിൽ കുറച്ചും കൂടെ ഹെയർ ഉണ്ടായിരുന്നത് നമ്മുടെ പൈങ്കിളിക്കാണ്. അങ്ങനെ LKG UKG മൊട്ടത്തലച്ചിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അത് മഷ്റൂം കട്ടായി, ഹെയർ നീട്ടലായി, കുറയ്ക്കലായി. അങ്ങനെ എന്താ പറയുക, മോസ്റ്റായിട്ട് മുടിയോടുള്ള ഒരു ഇഷ്ടം, അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. മുട്ട് വരെ മുടിയാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനാണ് പോയിട്ട് മുടി വെട്ടിക്കളഞ്ഞത്. അത് എന്തിനാന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എന്താണ് റീസൺ എന്നുള്ളത്. അതൊക്കെ കാരണമാണ് കളഞ്ഞത്. മെയിനായിട്ട് സ്കൂളിൽ നമ്മളെ സത്യം പറയാലോ മുടി അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ മുടി ചെയ്യണം. ഇപ്പം ഞാൻ 9th പഠിക്കുന്ന സമയത്ത് മുടി പിന്നിയിട്ട് ഇവിടെ എൻ്റെ മുടി ഇരിക്കാത്തതുകൊണ്ട് 2 സ്ലൈഡൊക്കെ കുത്തുമായിരുന്നു. എൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് എൻ്റെ മുടിയിൽ നിന്ന് ഇങ്ങനെ സ്ലൈഡ് വലിച്ചിങ്ങനെ എന്താ പറയുക ഡെസ്കിലേക്ക് എറിഞ്ഞിട്ട് എന്തിനാ 2 സ്ലൈഡ് കുത്തിയെന്ന് ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ മുടി നീട്ടാത്തത്. പിന്നെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെയായിരുന്നു മുടീൻ്റെ കാര്യം. പിന്നെ രാവിലെ മഴക്കാലത്ത് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാട്ടോ. സത്യം പറയാൻ ഏറ്റവും മടിയുള്ളത് മഴക്കാലത്താണ്. കാരണം നമ്മൾ ഈ വർക്കിംഗ് ഡേയ്സിലായിരിക്കും നല്ല അടിപൊളി മഴ. രാവിലെ എഴുന്നേക്കാനേ തോന്നുന്നില്ല. 5:30-6 മണിയാകുമ്പോൾ എഴുന്നേക്കണം, കുളിക്കണം, അയ്യോ ഷൂവും സോക്സ് ഇടണം, എന്താ പറയുക യൂണിഫോം ഇടണം. സോക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സോക്സ് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സോക്സ് ഉണങ്ങാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നനഞ്ഞ സോക്സ് ഇട്ട് പോയ ചരിത്രം ഇഷ്ടം പോലെയാണ് കേട്ടോ ഗൈസ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ തേക്കാൻ എടുക്കുന്ന സമയത്ത് നനഞ്ഞ സോക്സ് നന്നായിട്ട് തേച്ചിട്ട് ഉണക്കും. അങ്ങനെയായിരുന്നു നമ്മൾ ഇട്ടിട്ട് പോവുണ്ടായിരുന്നുള്ളൂ സ്കൂളിലേക്ക്. ആരാണിക്കിതാട്ടോ, ആരും കണ്ടില്ല. കുട്ടിമണിക്ക് എന്തെങ്കിലും ചെറിയ സൗണ്ട് കേട്ടാൽ മതി, മോസ്റ്റായിട്ട് ഇത് അവനിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. കുട്ടിയെ
അങ്ങനെ സോക്സിന്റെ കഥ അതാണ് കേട്ടോ. ഷൂവും സോക്സിലും കൂടെ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് മഴയാണെങ്കിൽ വെള്ളം കയറിയിട്ട് ഞാനും കുഞ്ഞിൻ്റെയൊക്കെ നടക്കുമ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങനെ ഒഴുകും. അതുപോലെ ഫ്രൈഡേ ആണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ, സ്കൂൾ വിട്ട് വരുമ്പം. കാരണം സാറ്റർഡേയും സൺഡേയും ക്ലാസ് ഇല്ലല്ലോ, അത് കാരണം ഭയങ്കര സന്തോഷമാണ്. അന്നത്തെ ദിവസം ഹോംവർക്ക് പോലും ചെയ്യാതെ വന്ന പാടെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങും, TV കാണും, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളെല്ലാം ചെയ്യും. പിന്നെ സൺഡേ വൈകുന്നേരം ആകുമ്പോൾ വിഷമാവും, കാരണം തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ക്ലാസ്സിൽ പോകണ്ടേ. അത് ഭയങ്കര ഒരു മടിയായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ എഴുതാനുണ്ടാവും. ഹോംവർക്ക് ഒരു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഹോംവർക്ക് ആയിരിക്കും ഗൈസ്. അതുപോലെ അതേ ദിവസം തന്നെ ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, മാസ്കിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അങ്ങനെ കുറേ ഉണ്ട്. എന്നിട്ട് പ്രാർത്ഥിച്ചാണ് ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവല്ലേ, ഇന്ന് ചോദ്യം എന്നോട് ചോദിക്കല്ലേ, ഹോംവർക്ക് പിന്നെ വേറെ കുറേ, അങ്ങനെ കുറേ. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ സ്കൂൾ ലൈഫിൽ ഇതുവരെയും സന്തോഷം എന്ന് പറഞ്ഞ സാധനം ശരിക്കും അനുഭവിച്ചിട്ടില്ല. ഫുള്ളി ടെൻഷൻ മാത്രം. പിന്നെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് മാത്രമാണ് തലയ്ക്ക് കുറച്ച് സ്വൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും സ്കൂളിൻ്റെ ആ ഒരു സമ്മർ വെക്കേഷനും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് തന്നു വിടുമായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അത് കാരണം സ്കൂൾ ലൈഫിൽ ഒരിക്കലും മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരുപാട് ബാഡ് മെമ്മറീസ് ഇഷ്ടം പോലെയുണ്ട് സ്കൂൾ ലൈഫിൽ. ബാഡ് മെമ്മറീസിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും ഉണ്ട്. ഒരാളെ പോലും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ മനസ്സിലതാ ഇപ്പോൾ മോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞു. അതുപോലെ പിന്നെ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴയായിരിക്കും. ഞാനും കുഞ്ഞാറ്റിയും ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പം നമ്മൾ കുട ഇങ്ങനെ ചൂടുവാണെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡില്ലേ, ഇവിടെ ബാഗ് തൂക്കുന്ന സ്ഥലം ഫുള്ള് നനയും, ബുക്ക് പകുതി നനയും. വന്ന പാടെ ബുക്കെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യും, അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ ചില ബുക്സൊക്കെ ചിലപ്പോൾ കീറി പിഞ്ചി പോകും കേട്ടോ, അത്രയും നനഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ബാഗ് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നടക്കും, എന്നാലും നനയും. പിന്നെ മഴക്കോട്ടുണ്ടാവും, മഴക്കോട്ടിട്ടാലും എങ്ങനെയാണെന്നറിയില്ല ബാഗ് നന്നായിട്ട് നനയുമായിരുന്നു. പിന്നെ ഷൂവും സോക്സിൻ്റെ ഒന്നും കാര്യം പറയണ്ട, യൂണിഫോം നനഞ്ഞിട്ട് ചാക്ക് പോലെയാകും ഗൈസ്, ഉണങ്ങുകയില്ല. പിന്നെ പിറ്റേ ദിവസം വീണ്ടും തേക്കും. അങ്ങനെ എന്താ പറയുക, യൂണിഫോം തേച്ചിടുമായിരുന്നു, ഉണങ്ങില്ല. എന്നാലും പേപ്പറൊക്കെ വെച്ചിട്ട് തേക്കില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മളെ തേപ്പ് പൊട്ടി എന്ന് പറയുമ്പം ഇലക്ട്രിക്കലായിട്ടുള്ള തേപ്പ് പൊട്ടി അല്ല, നമ്മുടെ ഈ മറ്റേ ടൈപ്പ് തേപ്പ് പൊട്ടിയില്ലേ, നമ്മുടെ ഈ ചിരട്ടയും കനലൊക്കെ ഇട്ടിട്ട് തേക്കുന്ന തേപ്പ് പൊട്ടി, ആ തേപ്പ് പൊട്ടിയിലിട്ട ആ തേപ്പ് പൊട്ടിയും കൊണ്ട് തേച്ചതാണ് എൻ്റെ അത്രയും ഡ്രസ്സുകൾ ഫുള്ളും. ഞാൻ +2 പഠിച്ച വരെ സമയത്തുള്ള എൻ്റെ യൂണിഫോംസ് മുഴുവൻ. പിന്നെ കോളേജിൽ പിന്നെ യൂണിഫോംസിന് ഒന്നും ആവശ്യമില്ല, ഫുൾ കളർ ഡ്രസ്സായിരുന്നു. നമ്മുടെ ഈ +2 ടൈമിലെന്ന് പറയുമ്പം മോസ്റ്റായിട്ട് ഫുൾ യൂണിഫോം ആണല്ലോ, മസ്റ്റാണല്ലോ. അത് മുഴുവൻ തേച്ചത് നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന തേപ്പൊട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഞാൻ ആ തേപ്പൊട്ടി എടുത്ത് കാണിച്ചു തരും. അതുപോലെ ചിലപ്പോൾ യൂണിഫോംസ് ഒന്നും ഈ മഴക്കാലം ആകുമ്പം ഉണങ്ങുകയില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിയുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല, ഭയങ്കര അവസ്ഥയായിരിക്കും. എന്നിട്ട് നമ്മുടെ ഈ നിലവിളക്കെന്ന് പറഞ്ഞു, നിലവിളക്ക് ഓൾറെഡി കത്തിച്ചിട്ടുണ്ടാവും. നിലവിളക്ക്, മണ്ണെണ്ണ വിളക്ക് ഉണ്ടാകും, അധികവും മണ്ണെണ്ണ വിളക്കാണ്. എമർജൻസി അങ്ങനെ അങ്ങോട്ടില്ല കേട്ടോ. ഞാനൊരു 8ാം ക്ലാസ്സിൽ 8-9 ഈ ഒരു ടൈമിലൊക്കെ എമർജൻസി വീട്ടിൽ വരുന്നത്. അതുവരെ നമ്മുടെ മണ്ണെണ്ണ വിളക്കൊക്കെ ആയിരുന്നു കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ചോട്ടിലിരുന്നായിരുന്നു എഴുതുന്നത്. ഞാനും കുഞ്ഞാറ്റിയൊക്കെ എഴുതി നമ്മൾ ഉറങ്ങിക്കൊണ്ടായിരിക്കും എഴുതുന്നത്. പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ മോസ്റ്റായിട്ട് കഴിക്കാൻ നല്ല ചോറും നല്ല മത്തി വറുത്തത് എന്നും ഉണ്ടാവും. എനിക്ക് കൊതിയാവും, അത് പറഞ്ഞപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നി കേട്ടോ. നല്ല മത്തി വറുത്തതും നല്ല മത്തിക്കറിയും മോരുകറിയൊക്കെ ഉണ്ടാവും വൈകുന്നേരം വരുമ്പോൾ കഴിക്കാൻ. അപ്പം ഈ ചീവീട് ഇങ്ങനെ കരയും. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പം കയ്യിൽ കിറ്റൊക്കെ ഉണ്ടാവും. കിറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കിറ്റിലായിരിക്കും. പിന്നെ സ്കൂൾ ബാഗിൽ ബുക്സും സാധനങ്ങളും എല്ലാം. അത് വെക്കുമ്പോൾ തന്നെ സ്ഥലം കഴിഞ്ഞു, പിന്നെ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ കിറ്റിലാണ് എല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു 9th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞാൻ കിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുഞ്ഞാറ്റി ഒരു ദിവസം ബസ്സിൽ വെച്ചില്ല എനിക്ക് മറന്നേ, ക്ലാസ്സിൽ വെച്ചാ ക്ലാസ്സിൽ നിന്ന് കുഞ്ഞാറ്റി കിറ്റ് എടുക്കാൻ മറന്നു. എന്നിട്ട് നമ്മൾ ബസ്സിലിരുന്നിട്ട് പോകാൻ വേണ്ടി ബസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്
എന്തോ ഒന്ന് കാണുന്നില്ല. അപ്പോഴും ഓർക്കുന്ന കുഞ്ഞുട്ടി ക്ലാസ്സിൽ നിന്ന് കിറ്റ് എടുത്തില്ല. എന്നിട്ട് ബസ് ചേട്ടനോട് പറഞ്ഞിട്ട് വലിയ കിറ്റാണ് കേട്ടോ. അതിനകത്ത് ഒരു നീലയായിരുന്നോടാ. ആ നല്ല നല്ല ഡാഡി കൊണ്ടുതന്ന നല്ല രസമുള്ള അല്ലേ, അച്ഛമ്മ തോന്നുന്നു കൊണ്ടുതന്ന അടിപൊളി. അതിപ്പോ എങ്ങനെയാ വർണ്ണിക്കാന്ന് അറിയില്ല. യെല്ലോയും ഒരു നീല അടിപൊളി വലിയ ഗായ്സ്. അതിന്റെ പുറത്തു കൂടെ നോക്കിയാ ഉള്ളിലേക്ക് കാണാല്ലേ ശരിക്കും. അത് തന്നെ അടിപൊളിയായിരുന്നു. ആ കിറ്റാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങള് വണ്ടി നിർത്തിയിട്ട് വേഗം പോയി ക്ലാസ്സിൽ നിന്ന് എടുത്തോണ്ട് വന്നു. ഭാഗ്യം നമ്മുടെ ഡ്രൈവർ അങ്കിള് നല്ലതായതുകൊണ്ട് വഴക്കൊന്നും കേട്ടില്ല. അങ്ങനെ മോസ്റ്റായിരുന്നു. അതെ അതെ, ഒരു പീക്കരി കൊച്ചു വന്നേക്കുന്നു. പിന്നെ എനിക്ക് ഞാന് ഒരു 1ലും 2ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു യെല്ലോ കളർ കിറ്റ് ഉണ്ടായിരുന്നു. ആ കിറ്റ് സിബ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്മെല്ലുണ്ടല്ലോ, എനിക്കിപ്പോഴും വരും. അപ്പം പെട്ടെന്ന് ഞാൻ 1ലൊക്കെ എത്തിയ പോലെ തോന്നുക. ഒരു മഞ്ഞ കളർ കിറ്റായിരുന്നു കേട്ടോ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാട്ടർ ബോട്ടിലിൻ്റെയും നമ്മുടെ ലഞ്ചിൻ്റെയും എന്തൊക്കെയോ ചേർന്നൊരു സ്മെല്ലങ്ങ് വരും. അതെനിക്ക് ഇപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അന്നേ വ്ളോഗ് ഉണ്ടായിരുന്നു നിങ്ങളോട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യായിരുന്നു, അന്നേ നിങ്ങളോട് പറഞ്ഞിടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പം നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ. കാരണം അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എന്താവും, ഓർമ്മകൾ മാത്രമാവും. പിന്നെ നമുക്കിങ്ങനെ ഓർക്കാം അന്ന് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന്. പക്ഷേ നമ്മൾ അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളല്ലേ ആ സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്തത്. അത് വലിയൊരു കാര്യമാണ്. ഈ വറുത്തതും ചോറൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. അതൊരു സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സന്തോഷം. അത് കഴിഞ്ഞാല് എഴുതാൻ അതന്നെ മമ്മ അലക്കലും മഴയത്ത് നിന്ന് അലക്കലും മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെക്കലും. എന്നിട്ട് എഴുതണല്ലോ എന്ന് ഓർത്തിട്ട് എന്റെ ഗൈസേ ഭയങ്കര നാളെ ആണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്, കുറേ എഴുതി തന്നെ കഴിയുമ്പോഴേക്കും സമയം 12 മണിയാവും. അങ്ങനെ ഒരു 1 മണിന്ന് അങ്ങനെ 1 മണി 2 മണി ഏകദേശം 1 o'clock 2 o'clock ഒക്കെ ആവും രാത്രി ഉറങ്ങുമ്പം. അത് തന്നെ ഞാൻ +2 വരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. +2 വരെ ശരിക്കും 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് എഴുതുകയും പഠിക്കുകയും ചെയ്യായിരുന്നു. രാവിലെ 5 o'clock എഴുന്നേക്കുമായിരുന്നു, അപ്പോഴും പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6 o'clock ഒക്കെ ആയിരുന്ന സമയത്ത് അത് തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ഹാർഡ് വർക്കിനുള്ളതൊന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല എന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബോധോദയം, ബുദ്ധന് ബോധോദയം ഉണ്ടാവുന്ന പോലെ കുറെ കഴിഞ്ഞിട്ട് ബോധോദയം ഉണ്ടായി. അങ്ങനെ അതോർത്തു ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ അമ്മച്ചി പറയും കർമ്മം ചെയ്താൽ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് മോസ്റ്റ് ആയിട്ടും കിട്ടും എന്ന്. പക്ഷേ നമ്മൾ ചെയ്യുമ്പം ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ, അതിന് കർമ്മഫലമല്ലേ, അതുണ്ടായിരുന്നില്ല. പിന്നെ ഒരിക്കലും നമ്മൾ കർമ്മഫലം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ കോപ്പി ബുക്ക് എഴുതാനുണ്ടാവും. കോപ്പി ബുക്ക് നിങ്ങൾക്ക് അറിയില്ല, ഇംഗ്ലീഷിൻ്റെ ഉണ്ടാവും, മലയാളത്തിൻ്റെ ഉണ്ടാവും, ഹിന്ദീൻ്റെ ഉണ്ടാവും. അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ മോസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കോപ്പീസ് എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പം ചില ടീച്ചേഴ്സിന് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല, ചിലർ മാറ്റാൻ പറയും. അങ്ങനെ പക്ഷെ നമ്മൾ ശീലിച്ചത് നമ്മുടേതായ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. അതിപ്പോൾ മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല, അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അവർക്ക് വേണ്ടി അങ്ങനെ കുറേ പ്രാവശ്യം ഹാൻഡ് റൈറ്റിംഗ് എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, പിന്നെ മാറ്റാൻ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ എന്ന് പറയുമ്പോൾ എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഫസ്റ്റ്, സെക്കൻഡ് ഹിന്ദി ആയിരുന്നു ഉണ്ടായിരുന്നത്. സംസ്കൃതം എൻ്റെ അടുത്ത് കൂടെ പോലും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ +1 +2 വാങ്ങി, ഫുൾ മാർക്ക് വാങ്ങി ഞാൻ സംസ്കൃതത്തില്. അതെ, ഞങ്ങള് ശരിക്കും പറഞ്ഞ ഗൈസ് നമ്മള് ജ്യോത്സ്യ പണിക്കന്മാരാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആസ്ട്രോളജി അതായത് ജ്യോതിഷം. നമ്മുടെ മെയിൻ കരിയർ എന്ന് പറയുമ്പം ജ്യോതിഷാണ്. പിന്നെ വൈദ്യം, ജ്യോതിഷം, നിലത്തെഴുത്ത്, കളരി, അങ്ങനെയെല്ലാം നമ്മുടെ ഈ ഒരു കുലത്തൊഴിലാണ് ഇതെല്ലാം. അങ്ങനെ ജ്യോതിഷമായിരുന്നു മെയിനായിട്ട്. ജ്യോതിഷത്തിൽ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ സംസ്കൃതമാണ് മോസ്റ്റ് ആയിട്ടും വരുന്നത്. അപ്പം ആ ഒരു ഇതിൽ കൊണ്ടായിരിക്കാം എനിക്ക് സംസ്കൃതമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു +1 +2 മോസ്റ്റ് ആയിട്ട്. അതന്നെ കാരണം ശബ്ദം മറത്തുന്ന
ഭംഗി കോലുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല, ഓൾറെഡി അതന്നെ. എന്റെ ഈ ഖയാൽ ഓൾറെഡി അക്ഷരങ്ങൾ രേഖപ്പെടുത്തി തള്ളി മറിക്കാൻ ഓർക്കും. അങ്ങനെ സംസ്കൃത ഭാഷയോട് മോസ്റ്റ് ആയിട്ട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം, ഹിന്ദി, നമ്മുടെ സംസ്കൃതം, ഇംഗ്ലീഷ്, എനിക്കിങ്ങനെ ഈ ലാംഗ്വേജസിനോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ബാക്കി എല്ലാ സബ്ജക്റ്റും എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫിസിക്സും മാത്സും കെമിസ്ട്രിയാണ് ഗൈസ്. ഇതുവരെ എനിക്ക് P(x) എന്താണെന്ന് അറിയത്തില്ല. അതേപോലെ എന്തായിരുന്നു, എന്തൊക്കെയോ ഉണ്ടല്ലോ, A² + B², അത് സം ഓഫ് ദ ഓഡ് നമ്പർ, അത് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതുവരെ ഒരു പ്രോബ്ലം പോലും എന്താന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് അതിപ്പോ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ സബ്ജക്റ്റിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു കേട്ടോ. എന്താ പറയുക, മോസ്റ്റ് ആയിരുന്നു. ഒരു 9th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള മാത്സ് ആണ് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. 8th വരെ മോസ്റ്റ് ആയിരുന്നു. ക്ലാസ്സും എല്ലാം അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് ബാഡ് മെമ്മറീസും വന്നിട്ടുണ്ട്, ഗുഡ് മെമ്മറീസും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞതാണല്ലോ നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുമ്പം. അങ്ങനെ സ്കൂൾ ഡേയ്സ് ഒക്കെ മോസ്റ്റ് ആയിരുന്നു. പിന്നെ ബസ്സിൽ പോവും. രാവിലെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് സ്കൂളിലേക്ക് നമ്മുടെ ഈ പ്ലേസിൽ നിന്ന്. പിന്നെ സ്കൂൾ ബസ് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരില്ല. നമ്മുടെ കോളേരി എന്ന് പറഞ്ഞ പ്ലേസ് ഇല്ലേ, അവിടെ പോയി നിൽക്കണം. പോയി നിൽക്കുമ്പം ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കാണ് ബസ് വരിക. വന്നിട്ട് ഒരു 8:30 8:45 നമ്മൾ ക്ലാസ്സിലെത്തും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ ബസ്സിന് പ്രത്യേകിച്ച് ബസ് ഫെയർ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തുന്ന കാര്യമാണ്, ഭയങ്കര ലേറ്റായിട്ടായിരിക്കും നമ്മൾ വീട്ടിലെത്തുക. നമ്മളെ ഒരു 5:30 ഒക്കെ ആവും നമ്മളെ ബസ് കോളേരിയിൽ എത്തുന്നത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് നടന്നിട്ട് 5:30-6 മണിയൊക്കെ ആവും കേട്ടോ. 6:30-ക്കുള്ളിൽ നമ്മൾ ഉറപ്പായും വീട്ടിലെത്തും. പിന്നെയെന്ന് പറയുമ്പോൾ 8ാം ക്ലാസ് വരെയാണ് സ്കൂൾ ബസ് ഉണ്ടായിരുന്നുള്ളൂ. 9ാം ക്ലാസ് മുതൽ പിന്നെ 9th പഠിക്കുന്നവർക്ക് സ്കൂൾ ബസ് ഇല്ല. 9th മുതൽ പിന്നെ ഫുൾ നമ്മൾ വരുന്നത് പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് എന്ന് പറയുമ്പോൾ രാവിലെ എൻ്റെ ഗായ്സേ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ് കണ്ടക്ടേഴ്സിൻ്റെ ഒക്കെ വഴക്കം കേട്ട് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ബാഗാണെങ്കിലോ എന്നെക്കാട്ടും വലുത് എൻ്റെ ബാഗ്. ഞാൻ 10 കൊച്ച് എൻ്റെ വയറ്റിലുള്ള പോലെയായിരുന്നു എൻ്റെ ബാഗ്. അത് തന്നെ 10-20 കിലോ ആണ് നമ്മൾ തൂക്കിക്കൊണ്ട് പോകുന്നത്. അത് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും ബാഗ് കാരണം നമ്മൾ മറിഞ്ഞായിട്ട് വീഴും. ഞാൻ അധികവും 9th പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്ന ബസ് ഒന്ന് പ്രിയദർശിനിയും ഒന്ന് നമ്മുടെ വയനാടുമാണ് കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് മെദീന എന്ന് പറഞ്ഞിട്ടൊരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് ഇപ്പം ഇല്ല. ഇപ്പം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു 9th ഹാഫ് ആയ സമയം മുതൽ ഞാൻ മമ്മ എന്ത് ചെയ്തു, എനിക്ക് KSRTCൻ്റെ പാസ് എടുത്തു തന്നു. അങ്ങനെ പിന്നെ KSRTCക്കാണ് വരുന്നത്, പാസ് ഉണ്ടല്ലോ. അങ്ങനെ 9th 10th +1 +2 ഈ 4 വർഷം ഞാൻ വന്നിട്ടുള്ളത് KSRTC ബസ്സിലാണ്. അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം. എന്താ പറയാ, എല്ലാം കൊണ്ടും ഒരു റിലാക്സേഷൻ ആണ്. ബസ്സാന്ന് പോലും എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് സത്യം. പിന്നെ ആ സമയത്ത് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ നോട്ട്സ് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ നമ്മൾ ചമ്മന്തി ജീവനോടെ 10,000. എൻ്റെ അമ്മയെ പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്ര ലഗേജ് ആണ് കേട്ടോ. ബുക്സ് തന്നെ ഒരു 12 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ നോട്ട്, അതിൻ്റെ ടെക്സ്റ്റ്, കോപ്പി, റഫ് നോട്ട്, അങ്ങനെ കുറേ നോട്ട്സും കാര്യങ്ങളും വേറെ. ഇതെല്ലാം ചുമന്നുകൊണ്ട് പോവുക, കഴുത പോകുന്ന പോലെ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പം ഞാനായിട്ട് ഓരോ പിള്ളേരെ കാണുമ്പോൾ ഓർക്കും, ഞാനും അന്ന് അങ്ങനെ പോയതല്ലേ എന്ന് ഓർക്കും. പിന്നെ +1 +2 ആകുമ്പോൾ നമുക്ക് 6 സബ്ജക്റ്റാണ് വരുന്നുള്ളൂ. എങ്കിലും 6 സബ്ജക്റ്റ് 12 സബ്ജക്റ്റ് ഉള്ള പോലെയാണ്. കാരണം ഒരു സബ്ജക്റ്റിന് തന്നെ 2-3 ബുക്സ് വീതമായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ KSRTC ആയിരുന്നു സ്വന്തം വാഹനം എന്ന് പറഞ്ഞാൽ, പോവാനും വരാനും ഒക്കെ. പിന്നെ KSRTC ഇല്ലാത്ത ദിവസം 1-2 പ്രാവശ്യമൊക്കെ നമ്മുടെ പ്രൈവറ്റ് ബസ്സിന് വന്നിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ് ഇല്ലാത്തപ്പോൾ എല്ലാവരും കൂടെ KSRTCയിൽ വരും. എന്നിട്ട് നമ്മൾ സ്ഥിരം KSRTCയിലല്ലേ പോവുക, നമുക്ക് കയറി നിൽക്കാൻ പോലും പ്ലേസ് ഇല്ലാതെ വന്നിട്ടുണ്ട്.
അങ്ങനെ എങ്കിലും എൻ്റെ ഉള്ളിൽ കയറിയുന്ന ഒരു സേഫാണ് കേട്ടോ. അങ്ങനെ KSRTC തന്നെയായിരുന്നു. നല്ല രസമാണ്. വൈകുന്നേരം മഴയത്ത് നനഞ്ഞു കുളിച്ച് കയറുന്നു. ഫുൾ നനയും നമ്മൾ. നനഞ്ഞ് കയറി കുടയെല്ലാം മടക്കി കുടേൻ്റെ കവറിൽ ബാഗിൽ വെച്ചിട്ട് സീറ്റ് കിട്ടിയാൽ സീറ്റിലിരിക്കും. ഇരുന്നിട്ട് ആ ഒരു തണുത്ത കാറ്റും അടിച്ച് ഇങ്ങനെ വരും. എൻ്റെ ഗായ്സേ, അതിൻ്റെ ഫീലൊന്ന് വേറെ, നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അതൊരു മോസ്റ്റ്. അങ്ങനെയൊക്കെ ആയിരുന്നു സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് സ്കൂളിൽ പോയിട്ടും വന്നിട്ടൊക്കെ ഉള്ളത്. പിന്നെയെന്ന് പറയുമ്പം ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്കൂൾ ലൈഫിൽ നിന്ന്. നല്ലതും ചീത്തയായിട്ട് ഒരുപാട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെയെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യമാണ്. അതൊക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. എന്താ പറയുക, കുറേ ഉണ്ട് പറയാൻ, തീരില്ല. വലിയൊരു നോവലായിട്ട് അച്ചടിച്ചിറക്കാം. സ്കൂൾ ലൈഫ് അതന്നെ എൻ്റെ സ്കൂൾ ലൈഫ് ബുക്കിൻ്റെ പേര്. 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ അത് തന്നെ ഓരോ പാർട്ടാക്കി. എത്ര എഡിഷൻസ് ഉണ്ടോ അത്ര എഡിഷൻസ് വേണമെങ്കിൽ ഇറക്കാം. അത്രയും മെമ്മറീസ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് എങ്ങനെയായിരുന്നു പോയത്, എങ്ങനെയായിരുന്നു മാത്രം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എൻ്റെ ഒരു സ്കൂൾ ലൈഫിൻ്റെ ഫുള്ളായിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഒരു കുഞ്ഞാറ്റീൻ്റെ ഒരു 4th സ്റ്റാൻഡേർഡ് വരെ കുഞ്ഞാറ്റി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുന്ന സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ കുഞ്ഞാറ്റി സ്കൂളെല്ലാം മാറി. അതൊക്കെ കുഞ്ഞാറ്റി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് 10th വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയായിരുന്നു. പിന്നെ +1 +2 എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹം ഉണ്ടല്ലോ, നിറവേറ്റി തന്നു ഗൈസ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഗവൺമെൻറ് സ്കൂളിന് കുറ്റം പറയുന്നതല്ല കേട്ടോ. നമ്മളെന്തായാലും 10th കഴിയുമ്പം എല്ലാ സ്കൂളിലേക്കും അപ്ലൈ ചെയ്യൂലേ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിന് തൊട്ടടുത്ത സ്കൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഈ August 15th ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. നമ്മുടെ നാഷണൽ ഫ്ലാഗ് എല്ലാം പിടിച്ചിട്ട് നമ്മൾ റാലി പോലെ പോവും വരെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ വെറുതെ ഓർത്തിട്ടുണ്ട്, ഈ സ്കൂൾ എങ്ങനെയായിരിക്കും, ഈ സ്കൂളിൽ പഠിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണോ ഓർത്തത് അതുപോലെ തന്നെയായി. അത് ഞാൻ ആഗ്രഹം ദൈവം നടത്തി തന്നു. അപ്പം അങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗവൺമെൻറ് സ്കൂൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ. കാരണം നമ്മൾ പഠിച്ചത് ഫുള്ള് ഇംഗ്ലീഷ് മീഡിയമാണ്. അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാത്തിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഗവൺമെൻറ് സ്കൂൾ എങ്ങനെയാണെന്ന് അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ മെയിനായിട്ട് 2 സ്കൂളിലും കണ്ട ഒരേ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റായിട്ട് എന്താണെന്നല്ലേ, ടീച്ചേഴ്സാണ്. അത് ഞാൻ നിങ്ങളോട് വൈകാതെ എന്തായാലും പറയും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സ് എല്ലാം ഫ്രണ്ട്സായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങളോട് വേറൊരു ഡേ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ ഓർത്ത ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അത് തന്നെയുണ്ട് 10-20 മണിക്കൂർ. നിങ്ങൾക്കിപ്പോൾ ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും മൊട്ടത്തലച്ചി ആയിട്ടായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് മുടി പനങ്കള പോലെ നീന്തി ഇത്രയൊക്കെ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ വെട്ടിക്കളഞ്ഞു, അത് വേറെ കാര്യം. പിന്നെന്താ, വീണ്ടും ഞാൻ എൻ്റെ പനങ്കുളം നീട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ കണ്ടല്ലോ ഇത്രയും മുടിയുണ്ട് ഗൈസ്. അങ്ങനെ ഒക്കെയാണ്. പിന്നെ ഹെയർ കട്ട് ചെയ്യുന്നു, പോകുന്നു, വരുന്നു. മുടി മുറിച്ച സമയത്ത് ടീച്ചർ വരെ ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമമായി. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ. ഇപ്പം ഞാൻ ഓർത്തൊരു കാര്യം നിങ്ങളോടത് പറയാം. ഒരു ഈവനിങ് ആയിരുന്നു പീരീഡ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് സെക്കൻഡ് ലാസ്റ്റ് പീരീഡ്, അതായത് നമ്മുടെ സ്കൂൾ ബെല്ല് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ടീച്ചർ വന്നിട്ട് ക്ലാസ്സിലിങ്ങനെ മുടിയൊക്കെ വെട്ടിയെന്ന് വെച്ചിട്ട് വലിയ ആളൊന്നും ആവണ്ട, വലിയ ഷോയൊന്നും കാണിക്കണ്ട, ചിന്തിക്കാത്ത കാര്യം. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി. എന്നിട്ട് പറയാ, എന്താ +1 +2 ബോയ്സ് അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്നിട്ട് എനിക്ക് സംശയമായിരുന്നു എന്നെ തന്നെ ആണോ എന്ന്. അത് ലാസ്റ്റ് പ്രൂവ് ചെയ്ത് തരുകയും ചെയ്തു. എന്നിട്ട് സത്യം പറയാമല്ലോ, അതൊക്കെ കേട്ടിരിക്കാന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നിട്ട് എന്നിട്ട് തിരിച്ച് ചോദിച്ചു ക്ലാസ്സിൽ നിന്ന് തന്നെ. ഞാൻ തിരിച്ച് മറുപടിയും കൊടുത്തു അതിനുള്ളത്.
നമ്മളെ അധ്യാപകർക്ക് അവരെന്തെങ്കിലും ഉത്തരം നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമ്പം തിരിച്ച് മറുപടി കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, കൊടുത്താൽ പ്രശ്നം. കൊടുത്തില്ല ചോദിക്കും വായിലെന്നാ പറയണം. അത് തന്നെ അങ്ങനെ പറയൂട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുടി കട്ട് ചെയ്തതിൻ്റെ പേരിൽ 9th പഠിക്കുന്ന സമയത്ത്, 10th പഠിക്കുന്ന സമയത്ത്. ഇത് നടന്നത് 9th 10th? എനിക്ക് തോന്നുന്നു 10th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. കാരണം എല്ലാ വർഷവും ഉണ്ട് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എന്തായാലും പറയുന്നതാണ്. പിന്നെ നമ്മുടെ സ്കൂളിൽ ഞാൻ 10th വരെ പഠിച്ച സ്കൂളിൽ നമ്മൾ ഈ 3:30 വരെയാണ് നമുക്ക്, 3 മണി വരെ നമുക്ക് ക്ലാസ് ഉള്ളൂ. രാവിലെ 9 o'clock മുതൽ 9:30 ഒക്കെ ആകുമ്പോഴാണ് പ്രെയർ കഴിയുന്നത്. 9:30 മുതൽ പിന്നെ ഒരു 3 o'clock വരെ നമുക്ക് ക്ലാസ്സുകളാണ്. ഇങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഈ 3 o'clock കഴിയുമ്പോൾ, അതായത് 3 to 4 നമുക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, യോഗ ഉണ്ടാവും, അതിനകത്ത് ഡ്രോയിങ് വരും, പിന്നെ തൈക്കോണ്ട് വരും, കരാട്ടെ വരും, പിന്നെ കർണാട്ടിക് മ്യൂസിക് വരും, പിന്നെ നമ്മുടെ ഈ സ്കേറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഓരോരോ ക്ലാസ് റൂമിൽ വെച്ചിട്ട്. എംബ്രോയ്ഡറി, ഫാബ്രിക് പെയിൻറ്റിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബീഡ്സ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ചേരാം. ഒരു മാസം അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 100 rupees ആണ്. അങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന അത്രയും നാളും ഉണ്ടാകും. നമ്മളിപ്പം ഞാനിപ്പം തൈക്കോണ്ടൂന് ചേർന്നു എന്ന് ഓർക്ക്. ചേർന്ന് കഴിഞ്ഞാൽ ഈ വർഷം മുഴുവനും ഞാൻ അത് തന്നെ ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് വർഷം എനിക്ക് മാറണമെങ്കിൽ മാറാം. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതായിരുന്നു തൈക്കോണ്ടു എന്ന് പറയുന്നത്. എൻ്റെ ഒരു 2nd ആണോ 3rd ആണോ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു 3rd standard പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിൽ ഇത് പുതിയതായിട്ട് വരുന്നതൊക്കെ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞാറ്റി തൈക്കോണ്ട് പഠിപ്പിച്ചത് മോസ്റ്റ് വില്ലത്തി ആയിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, പിള്ളേർ വന്നിട്ട് എന്നോട് പരാതി പറയും, ചേച്ചി തല്ലരുത്, ചേച്ചി എന്നെ തല്ലി, ചേച്ചി ഒന്ന് പറ, ചേച്ചി തല്ലല്ലേ എന്നൊക്കെ പിള്ളേർ ഇങ്ങനെ വന്നിട്ട് പറയുമായിരുന്നു. അതന്നെ അറിയില്ല, അതന്നെ വിചാരം, അതന്നെ കളിക്കാന്നുണ്ടല്ലോ. ഞാൻ പണ്ടത്തെ തൈക്കൊണ്ട് വന്നില്ല കുഞ്ഞാറ്റി. അങ്ങനെ കുഞ്ഞാറ്റിക്ക് സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ മോസ്റ്റ് ആയിരുന്നു നമ്മുടെ അത് കളിക്കാൻ വരുന്നവരെ ഇങ്ങോട്ടാരില്ല എന്തിനെങ്കിലും വന്നാല് നമ്മൾ വിട്ടുകൊടുക്കില്ല. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കുക അതല്ല. അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നേരെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തല്ലും വാങ്ങി വീട്ടിലേക്ക് കയറി വന്നേക്കരുതെന്ന്. അല്ലേ? അത് അല്ലാതെ ആരെ അങ്ങോട്ട് പോയിട്ട് വെറുതെ വഴക്കിനും തല്ലിനും നിൽക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് ഇതുവരെ ആരോട് നിന്നിട്ടില്ല, എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങോട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് അധികവും ലീവ് ചെയ്യും ഗായ്സ്. നമ്മൾ എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ അത്രത്തോളം ക്ഷമിക്കും. പിന്നെ ക്ഷമേൻ്റെ നെല്ലിപ്പലൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ നമുക്ക് പറയാനേ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു ഹെയറിൻ്റെ കാര്യത്തിലാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ സ്കൂളിലെന്ന് പറയുമ്പോൾ കണ്ണെഴുതാൻ പാടില്ല, പൊട്ട് തൊടാൻ പാടില്ല, പൗഡർ ഇടാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന കോലം എന്ന് പറയില്ലേ, ആ കോലത്തിലായിരുന്നു നമ്മൾ സ്കൂളിൽ പോകേണ്ടത്. എൻ്റെ 10th വരെ അങ്ങനെയായിരുന്നു. ആദ്യമൊക്കെ കണ്ണെഴുതാനും പൊട്ട് തൊടാനൊക്കെ സമ്മതിക്കുമായിരുന്നു, പിന്നെ അതെല്ലാം നിരോധിച്ചു കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ഇപ്പം നമ്മുടെ സ്കൂളിലെല്ലാം ലിപ്സ്റ്റിക്ക് ഒഴിവാക്കി എന്ന് പറയുന്ന കേട്ടു. എനിക്ക് അറിയത്തില്ല സത്യമാണോ എന്ന്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണ് എഴുതാൻ പാടില്ല, പൊട്ടുവിടാൻ പാടില്ല, ഐലൈനർ യൂസ് ചെയ്യാൻ പാടില്ല, 2 സ്ലൈഡ് കൂടുതൽ പാടില്ല, പിന്നെ റിബണും പുഴുവും ഓരോന്ന് മാത്രം കറക്റ്റായിട്ട്, പിന്നെ നമ്മുടെ ഹെയർ ബോ ചെറിയ മുടിയാണെങ്കിൽ മസ്റ്റായും വെക്കണം, പിന്നെ നമ്മുടെ യൂണിഫോം കറക്റ്റായിട്ട് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടാവണം.
ഇങ്ങനെയുള്ള ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് അന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം ഫോളോ ചെയ്ത്, അതുപോലെ മഴക്കാലത്ത് നമുക്കൊരു കറുത്ത ചെരുപ്പുണ്ട്, ആ ചെരുപ്പ് മാത്രം അവര് പറയുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് മാത്രമാണ് നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. പിന്നെ ഷൂവും സോക്സും മസ്റ്റാണ്. ശരിക്കും മഴക്കാലത്ത് ചെരുപ്പിടാൻ പോലും സമ്മതിക്കില്ല. ഷൂവും സോക്സും മസ്റ്റാണ്. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, നനഞ്ഞ സോക്സ് ഇട്ടുകൊണ്ട് പോയ ചരിത്രം വരെയുണ്ട്. ഷൂ നനഞ്ഞിരിക്കും, സോക്സ് നനഞ്ഞിരിക്കും. എന്നിട്ട് കാലൊക്കെ ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് അറിയില്ലേ, നനഞ്ഞ സോക്സും ഷൂവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന്. തിരിച്ചു വരുന്ന വഴിക്ക് മഴ പെയ്ത് ഷൂ മുഴുവൻ മുങ്ങിപ്പോവും വെള്ളത്തിൽ, അങ്ങനെയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. സ്കൂൾ ലൈഫിൽ ഓർക്കുമ്പോൾ എനിക്കിതെല്ലാമാണ് ഓർമ്മ വരുന്നത്. പിന്നെന്ന് പറയുമ്പം പെൻസില്, സ്കെയില്, റബ്ബർ, കട്ടർ, ഇതിന് ഭയങ്കര ക്ഷാമമായിരിക്കും. എത്ര പെൻസിലുണ്ടെങ്കിലും എഴുതാൻ എടുക്കുമ്പോൾ പെൻസിൽ ഉണ്ടാവില്ല. അത് റബ്ബർ ആണെങ്കിൽ അതെ, കാണാതെ ആവും. റബ്ബർ ഒന്ന് മായ്ച്ചിട്ട് വെക്കും, പിന്നെ കാണാതെ ആവും, ചാടിപ്പോകും. പിന്നെ കട്ടർ ആണെങ്കിൽ, സ്കെയിലാണെങ്കിൽ, സ്കെയിലൊക്കെ 2 പീസായി ഒടിഞ്ഞിരിക്കും ചില സമയത്ത്. ഇതിനൊക്കെ മോസ്റ്റ് ക്ഷാമാവും ഗൈസ്. അതുപോലെ പിന്നെ 5th സ്റ്റാൻഡേർഡ് മുതലാണ് നമ്മൾ പേന യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ പെൻസിലായിരുന്നു. ബ്ലൂ, ഞാൻ ഇങ്ക് പെനാണ് കേട്ടോ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 9th 10th ഒക്കെ എത്തിയ സമയത്താണ് ഇങ്ക് പെൻ യൂസ് ചെയ്യും. ഇങ്ക് പെൻ യൂസ് ചെയ്യുന്നതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ എഴുതുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ പേജിലും വരുമായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ബോൾ പെൻസായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതും അത് തന്നെ അവസ്ഥ. ഇങ്ക് പെന്നിൽ പിന്നെ ഇങ്ക് തീർന്നു പോകുക, ഇങ്ക് കയ്യിൽ മറിയുക, പിന്നെ ഇങ്ക് ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിറച്ചു. ബ്ലൂ ഇങ്കാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്, പിന്നെ ബ്ലാക്ക് ഇങ്ക്. അങ്ങനെ ബ്ലൂവും ബ്ലാക്കും. മമ്മ എനിക്ക്, ഞാൻ 5th പഠിക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ കളർ, എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ആവുന്ന ഇത്ര ഉണ്ടാവുള്ളൂ ആ പെൻ, ഇങ്ക് പെൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെന്നാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ +1 +2 ഇങ്ക് പെൻ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. 9th എക്സാം എഴുതാൻ മാത്രം ഞാൻ അധികം ബോൾ പെൻസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ എക്സാം പേപ്പറിന് അധികം കട്ടി ഉണ്ടാവില്ല. ഈ ഇങ്ക് പെൻ യൂസ് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള പേപ്പറിൽ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പറേ ഓൾറെഡി എന്നാലും സ്പ്രെഡ് ചെയ്യും. പക്ഷെ എഴുതാൻ നല്ല രസമാണ്. നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ രസം മനസ്സിലാവും. പിന്നെ പെന്നിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാകും, ചോദ്യം ചോദിക്കലുണ്ടാവും. അയ്യോ, അതിൻ്റെയൊക്കെ ഒരു പേടിയും ടെൻഷനും ഉണ്ടല്ലോ, അത് വേറെയാ. പിന്നെ എക്സാം പേപ്പർ വിതരണം, അയ്യോ, അത് ക്ലാസ്സിൽ തരാൻ വരുന്നത് ഇത്ര മാർക്ക് കുറഞ്ഞവർക്ക്, അതായത് ഇപ്പം 20 മാർക്കെങ്കിൽ 15 കുറവുള്ളവർക്ക് എല്ലാവർക്കും അടി, കൂടുതലുള്ളവർക്ക് അടിയൊന്നുമില്ല. ഇമ്പോസിഷൻ ഉണ്ടാവും ചിലപ്പം. ഫുൾ മാർക്ക് വാങ്ങുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മാർക്ക് അറിയാനുള്ള ടെൻഷൻ വേറെ. അത് കാരണം സ്കൂളിൽ പേപ്പർ ഇടുന്ന ദിവസം അധികം ക്ലാസ്സിൽ പോയിട്ടുണ്ടാവില്ല കേട്ടോ അധികവും. എന്നാലും ഫുൾ ടൈം തന്നെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ നിന്ന് അസുഖം വന്ന് വീട്ടിലിരുന്നിട്ടുണ്ട്, മടിയായിട്ട് വീട്ടിലിരുന്നിട്ടില്ല, അസുഖമൊക്കെ വന്നിരുന്നിട്ടുണ്ട്, പനി പിടിച്ചിട്ട്. പിന്നെ സ്കൂള് എന്താ പറയുക, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ പോകുമെന്ന് പറയില്ലേ, ഫ്രണ്ട്സ് ഉള്ള കാരണം സ്കൂളിൽ പോകുമെന്ന് പറയില്ലേ, അങ്ങനെ. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെമ്മറീസ് എല്ലാം ഉണ്ട് സ്കൂളിൽ. സ്കൂൾ മെമ്മറീസൊക്കെ ഒരു വലിയ സ്റ്റോറിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാം ഓരോരോ അനുഭവങ്ങളായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞിടും. നിങ്ങളെല്ലാവരും കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. മറക്കണ്ട, നമ്മുടെ വലിയ പഠിപ്പിയാട്ടോ. പഠിപ്പി പ്രൊഫാഷനാണ് ചേച്ചി. പഠിത്തത്തിന് ട്രോഫി ഇല്ലായിരുന്നു ചേച്ചി. മോസ്റ്റ് പഠിപ്പി എന്ന വേൾഡിന് ട്രോഫിയും കൊണ്ട് വരുന്നത് വയസ്സേ. അന്ന് ഞാൻ തൊട്ടില്ല. അയ്യോ, ജയിച്ചിട്ടുണ്ടോന്ന് സംശയം. രാവിലെ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരും കുഞ്ഞൊച്ചയും കൊണ്ട്. അത് തന്നെ, കഞ്ഞി ഉണ്ടാവും കയ്യില്, അവൻ തോണ്ടിക്കുന്നു. ഇല്ലില്ല, ടിന്നിയാണുള്ളത്. പൈക്ക് ടിന്നി കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ഈ ചോളം ഇല്ലേ, ചോളത്തിന്റെ പീസ്, അതുപോലെ നമ്മുടെ പരിപ്പില് കപ്പേന്റെ ചെറിയ കഷ്ണം, പരിപ്പൊക്കെ ഇല്ലേ, മമ്മ ഇത് വെച്ച് അടങ്ങിയിരിക്കാൻ വേണ്ടി കൊടുക്കും. 2 വയസ്സുള്ളപ്പോഴാണ് ടിന്നി പരിക്ക് നിക്കുന്ന കാണാം. കപ്പ മൂക്കിലിട്ടിട്ട് മമ്മലച്ചന്റെ പിന്നും കൊണ്ട് കുത്തിയെടുത്തു. മമ്മ എടുത്ത്, അല്ലെങ്കിൽ എന്റെ ദൈവമേ, കപ്പയായ അല്ലടാ, ഇപ്പൊ ചെവിക്ക പ്രശ്നം. അന്ന് മണം പിടിക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ ഒരുപാട്
ഞാൻ കൊച്ചിന്റെ മുഖി കപ്പ പോയത് ഞാൻ ഓർക്കുന്നേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ സോക്സ് തപ്പല്, അതുപോലെ ഷൂ എവിടെയാ നോക്കല്, അതുപോലെ നമ്മുടെ ഒരു വലിയ ബഹളാണ് മമ്മേന്റെ അലറിൽ ഇങ്ങനെ കേൾക്കാട്ടോ. പിന്നെ പോവാൻ നിക്കുന്നതിനിടയ്ക്ക് വായിലേക്ക് കൊറേ കൊണ്ടുതരും ഗൈസ്. ഈ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും നിങ്ങൾ പറയില്ലേ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മള് യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത് ഗൈസ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അന്നത്തെ കാര്യം ടെസ്റ്റ് പേപ്പറിന്റെയും ആസ്കിങ് ക്വസ്റ്റ്യന്റെയും അതിന്റെ ഒക്കെ ടെൻഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല മര്യാദക്ക്. പിന്നെ രാവിലെ എന്ന് പറയുമ്പോൾ ഒട്ടും കൂടെ പറ്റില്ല. എന്നിട്ട് മമ്മ വാരിത്തരും. +2 വരെ മമ്മ രാവിലെ ഫുഡ് വാരിത്തരുമായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ. പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പം എന്താ പറയാ, നല്ല ഈ വീട്ടിൽ നമ്മൾ വന്നിട്ട് ഫുഡെല്ലാം കഴിക്കുമായിരുന്നു. പോകുന്ന സമയത്ത് അല്ലാതെ നമ്മൾ കഴിക്കില്ല. മമ്മ എന്നും വാരിത്തരും. നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമാകും. പോകുമ്പോൾ ഭയങ്കര വിഷമാകും സ്കൂളിൽ പോകാൻ. കാരണം മമ്മേനെ കാണാതിരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ശനി ഞായറുള്ളതൊരു സന്തോഷം ആകെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എഴുതാനുണ്ടാവും, പഠിക്കാനുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഞായറാഴ്ച രാത്രി ആകുമ്പോ നാളെ പോകണ്ടേന്ന് ഓർക്കുമ്പോ ഞാനിപ്പം ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം എന്ത് രസമായിരുന്നു ഒന്ന്. ഇപ്പൊ ഞാൻ ചില സമയത്ത് കിടന്നുറങ്ങുമ്പോ ഞാൻ സ്വപ്നം കാണും ഞാൻ ക്ലാസ്സിലിരിക്കുന്നതൊക്കെ. അയ്യോ, എന്നിട്ട് ഞാൻ അയ്യോ ഞാൻ വീണ്ടും ഇനി പോണോന്ന് ഓർത്തിട്ട് എനിക്ക് കരച്ചില് വരും. സ്കൂളിലേക്ക് ഇനി നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരിക്കലും ഇല്ല. എനിക്ക് പോവുകയോ വേണ്ട, എനിക്ക് കാണുക വേണ്ട, ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്ക് കാണുക വേണ്ട. എനിക്ക് അത്ര എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ എന്ന് പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലവ് യു സോ മച്ച്. ബൈ ബൈ.